ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലെ. എന്താണ് ഈത്തപ്പൻ എന്താ ചെയ്യലവര്? ഈ പരാഗണം എങ്ങനെയാണ്? എന്താ സംഗതി? എങ്ങനെയാണത്? അത് ഈ വന തന്നെ രണ്ട് സൈസ് ഉണ്ട്. അതിലൊന്ന് ആൺപനാന്നുണ്ട്, അതില് പൂക്കലുണ്ടല്ലോ, അത് പറിച്ചെടുക്കും. അതിന്റെ അതിൽ വെച്ച് കെട്ടിക്കൊടുക്കും. അത് കുറച്ച് വരുമ്പോ അത് കട്ട് ചെയ്ത് കളയും. വേറെ എടുത്തുന്നത് മറ്റൊരു ചെയ്യാം. അപ്പൊ ആണ് പെണ്ണും തിരിച്ചറിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അങ്ങനെ സാധാരണ നമ്മളെ മനുഷ്യക്കുട്ടികളൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വെക്കുന്ന പരാഗണം. അത് കൂടുതൽ വിളവുണ്ടാകാനുള്ള അപ്പൊ ഒരു ഏർപ്പാടാണ്. അത് ഈത്തപ്പനക്ക് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ കൃഷിക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിലെ പൂമ്പാറ്റകളും ചിത്രശാലകളും കാറ്റുകളും ആ ദൗത്യം നിർവഹിക്കുന്നതാണ്. ഇവിടെ ഈത്തപ്പനക്ക് എന്താ പറയുക, ഇതിങ്ങനെ ചെയ്താലേ എന്താണ് ഒരിക്കലും റസൂലികൾ നടന്നു പോകുമ്പോൾ സഹാബികൾ ചെയ്യുക. അപ്പൊ റസൂൽ വെച്ചു, എന്തിനാണ് ഇത്? പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടാവൂലേ നിങ്ങൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ചെയ്ത് ഈ തമ്മിൽ ആൺപെൺ പൂക്കൾ തമ്മിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ പടച്ചോൻ വിചാരിച്ചത്ര വിളവ് അത്ര എന്ത് ചെയ്യും? വിളവേദാനം ഉണ്ടാവുമല്ലോ. ആര് പറഞ്ഞു? റസൂലല്ലേ. അപ്പൊ റസൂൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അനുസരിക്കണ്ടേ? ഇവരെന്ത് ചെയ്തു? പിറ്റോ അക്കൊല്ലം കഴിഞ്ഞു. പിറ്റോല്ലം എന്ത് ചെയ്തില്ല? ഇത് നടത്തിയില്ല. സ്വാഭാവികമായിട്ട് എന്തുണ്ടായി? ഈത്തപ്പഴം എന്ത് ചെയ്തു? കുറഞ്ഞു. ഇവരെന്ത് ചെയ്തു? റസൂലിന്റെ അടുക്കിലേക്ക് പോയി, റസൂലെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്രാവശ്യം ചെയ്തില്ല, പരാഗണം നടത്തിയില്ല, അതുകൊണ്ട് എന്തായി? ഈത്തപ്പഴം കുറഞ്ഞു. അപ്പൊ റസൂൽ ഇത് പറഞ്ഞു, അത് ശരി, അത് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ. അൻതും അഴലമുബി ഉമ്മൂരി ദുന്യാക്കും, നിങ്ങളുടെ ദുന്യാവിന്റെ കാര്യം നിങ്ങൾക്ക്. എന്റെ വാപ്പ കർഷകനല്ല, എനിക്ക് ഈത്തപ്പഴം തോട്ടമില്ല, എനിക്ക് കൃഷിപ്പണി അറിയില്ല. ഞാനത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ചോദിക്കൂലേ, എന്തിനാ പണി, എന്തിനാണ് ഇപ്പൊ ഈ പണി നമ്മൾ ചോദിക്കൂലേ. അതേപോലെ എന്തിനാണ്? അത് റസൂലിന്റെ വർത്താനാണോ മുഹമ്മദിന്റെ വർത്താനാണോ? മുഹമ്മദിന്റെ വർത്താനം. മനസ്സിലായോ? മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരാളുടെ വർത്തമാനമാണ് ഇത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടത്തുന്നത്? പടച്ചോൻ വിചാരിച്ചത്ര ഉണ്ടാവൂലേ. ഇവരെന്ത് ചെയ്തു? പടച്ചോന്റെ റസൂലല്ലേ പറഞ്ഞത്. ഇവര് വേഗം എന്ത് ചെയ്തു? ഏതുമായിട്ട് കണക്ട് ചെയ്തു? റസൂല് പറഞ്ഞതല്ലേ. അപ്പൊ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും? വഹിയും ദീനൊക്കെ അല്ലേ. അതനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നരകത്ത് പോകേണ്ടി വരൂലേ. അവരും ചെയ്ത് പിറ്റേ ദിവസം വരെ എന്ത് ചെയ്യില്ല, ഈ പണി നടത്തിയില്ലെന്ന് മാത്രമല്ല, ഈ വീട് അറിഞ്ഞ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? വലിയ ഷാഹിദുൽ ഹൈബ. ഇവിടെ റസൂൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഒരു മുഹമ്മദിനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? കാട്ടുതീ പോലെ ചെയ്തത് മദീനയിലുള്ള മുഴുവൻ മുസ്ലിം കർഷകരുടെ അടുക്കലും ഇത് ചെയ്തു, പ്രചരിച്ചു. ആ പ്രാവശ്യം എന്ത് കുറഞ്ഞു? വിളവ് കുറഞ്ഞപ്പോ റസൂൽ പറയാണ്, അൻതും പരാതി പറഞ്ഞപ്പോ പറഞ്ഞെന്താണ്? അൻതും അഅലമു ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം ആർക്കറിയാം? നിങ്ങൾക്കറിയാം. ഈ കച്ചവടം, ഏത് കച്ചവടം ചെയ്താലാണ് ബിസിനസ് കിട്ടുക എന്നുള്ളത് എനിക്കറിയോ, പക്ഷെ നിങ്ങൾക്കറിയാം. നമ്മൾ വ്യത്യാസം അതാണ്. കാരണം അത് ആ ഒരു ഫീൽഡ് എന്താണ്? ബിസിനസിന്റെ ഫീൽഡ് അല്ലെങ്കിൽ കൃഷിയുടെ ഫീൽഡ്. ആ ഫീൽഡ് അറിയുന്ന ആൾക്കാർ അറിയുള്ളൂ. അതിൽ ഏത് വിളവ്, ഏത് വിള കൃഷി ചെയ്താൽ, ഏത് ബിസിനസ് നടത്തിയാൽ കൂടുതൽ ലാഭം, ഏത് വിള നടത്താൻ കൂടുതൽ, ഏത് ഭൂമിയിൽ ഏത് വിള, ഏത് കീടനാശിനി ഉപയോഗിക്കേണ്ടത്, ഏത് വളമാണ് ഉപയോഗിക്കേണ്ടത്, അതൊന്നും പറയൽ ആരുടെ ബാധ്യതയല്ല? അള്ളാന്റെ പ്രവാചകന്മാരുടെ ചുമതലയല്ല. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അത് പറയൽ ആരുടെ? സൗദയുടെ വിഷയത്തിൽ എന്തായത്? സൗദയുടെ വിഷയത്തിൽ എന്തായി? ആ പറഞ്ഞത് ശരിയായി. അല്ല, ഹൗലയുടെ വിഷയത്തിൽ എന്ത് ചെയ്തു? സൗദ റസൂലിന്റെ ഭാര്യ. ഹൗലയുടെ വിഷയത്തിൽ എന്തായി? അത് ശരിയായി. പക്ഷെ ഈ കൃഷിയുടെ വിഷയത്തിലോ അതല്ല. കാരണം അതിനകത്ത് വിഷയം എന്താണ്? വേറൊരു വിഷയമാണ്. അവിടെ റസൂൽ സാധാരണ മനുഷ്യൻ നിലക്കുന്ന ഇതാണ്, ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അല്ലാതെ ജനങ്ങൾ നിർബന്ധമായി പിന്തുടരേണ്ട ഇതല്ല, ഒരു മത ശാസനയല്ല. വീടുണ്ടാക്കണം. വീടുണ്ടാക്കല് ഇസ്ലാമിൽ എന്താണ്? അനുവദനീയമാണ്, അനിവാര്യമാണ്. വീട് വേണം. പള്ളി വേണോ വേണ്ടേ? പള്ളി വേണം. അങ്ങനെയാണെങ്കിൽ ആ പള്ളി പണ്ട് കാലമൊക്കെ ആണെങ്കിൽ ഓട് മേയുന്ന പള്ളിയാണോ വേണ്ടത്? അതല്ല, ടെറസാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം? അതിന്റെ ആർക്കിടെക്ചർ സാധ്യതയോടെ അത് എങ്ങനെ ആകണം? അതിന് വേണ്ട ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്? ഏത് സ്റ്റീലാണ്? ആ കോൺക്രീറ്റ് ഏത് രൂപത്തിൽ വേണം? അതിന്റെ ശില്പ ഭംഗി, വാസ്തുശില്പമൊക്കെ ഏത് രൂപത്തിലാകണം? മിനാരത്തിന് എത്ര ഉയരം വേണം? ഇതാര് പറയോ? റസൂൽ പറയോ? ആ വിഷയത്തിൽ റസൂൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുണ്ട്. എന്താണ്? ഒരു പൊതു കൽപ്പന ഉണ്ട്. എന്താണ്?
ധാരാളിത്തം പാടില്ല, ദുർവ്യയം പാടില്ല, സൗകര്യങ്ങൾ വേണം, അങ്ങനെയൊക്കെ ആവശ്യത്തിന് മാത്രം അത് വീടുണ്ടാക്കില്ലാതെ എന്താണത് ഒരു പൊതു ആ വിഷയത്തിലൊക്കെ മതത്തിന് എന്തുണ്ട്, ഒരു പൊതു നിർദ്ദേശമുണ്ട്. ആ പൊതു നിർദ്ദേശം പറയുക എന്നുള്ളത് റസൂലിന്റെ ബാധ്യതയാണ്. അത് പിന്നെ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും. എന്റെ നാട്ടിലെ ആൾക്കാർക്ക്, മാഹിലെ ആൾക്കാർക്ക് കുറെ കാശുണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ള, നല്ല ഉറപ്പൊക്കെ ഉള്ള, കുറച്ചൊക്കെ കാണാൻ ഭംഗിയൊക്കെ ഉള്ള പള്ളി ഉണ്ടാക്കാം. ആൾക്കാരുടെ കയ്യിൽ കാശില്ലെങ്കിലോ, എനിക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ അത്യാവശ്യം അതിനനുസരിച്ച് ഒരു വീടുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എനിക്കുണ്ട്. ഞാൻ ഇന്ന് വീടുണ്ടാക്കണം, ഇന്ന സ്ഥലത്ത് പ്ലോട്ട് വാങ്ങണം എന്നാരും പറയില്ല, റസൂല് പറയില്ല. നമ്മുടെ ദീനും അപ്പൊ എന്താണ്, ദീനും അതേപോലെ ദുനിയാവും രണ്ടും രണ്ടാണ്. രണ്ടും തമ്മിൽ എന്തുണ്ട്, ബന്ധപ്പെടുക. അപ്പൊ അതിന് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരിക, പഠിപ്പിച്ചു തരിക എന്നതാണ് ആരുടെ ചുമതല? പ്രവാചകന്റെ. റസൂൽ 4 റക്അത്ത് നമസ്കരിക്കാവെന്ന് പറഞ്ഞാൽ 5 ആക്കാൻ അധികാരം. ദുൽഹജ്ജ് 9 അറബേ പോകണം, അത് 10-ാം തീയതിക്ക് മാറ്റാൻ ഷൂറ കൂടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒരു കമ്മിറ്റി കൂടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റാൻ പറ്റുമോ? അത് മാറ്റാൻ പറ്റില്ല. അത് റസൂൽ എങ്ങനെയാണോ പറഞ്ഞത് ആ പറഞ്ഞ രൂപത്തിൽ അതേപടി തന്നെ വേണം. ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലിന്റെ കൽപ്പനകൾ അതേപടി പിന്തുടരണം. എന്നാൽ നമ്മുടെ ദുന്യാവുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളുണ്ട്. ആ ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മതപരമായ പൊതു നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പള്ളി എന്നുള്ളത് ദീനാണ്. പള്ളിയുടെ നിർമ്മാണം എന്നെന്താണ്? ദുന്യാവുമായി ബന്ധം. എന്നുവെച്ചാൽ എങ്ങനെ ദുന്യാവുമായി ബന്ധപ്പെട്ടാണ്? എങ്ങനെ? അത് ഏത് രൂപത്തിലുള്ള പള്ളി, അതിന്റെ രൂപം എങ്ങനെയായിരിക്കണം, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കണം, വാർപ്പാകണമോ, ഓടാകണമോ, അല്ലെങ്കിൽ മറ്റു അടിയിൽ മാർബിൾ പതിക്കണോ, ഗ്രാനൈറ്റ് പതിക്കണോ, ടൈൽസ് വേണോ, ഒരു കോൺക്രീറ്റ് മതിയോ, അതൊക്കെ എന്താണ്? അതൊക്കെ എന്താണ്? ദുന്യാവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ നാട്ടിലെ പള്ളിയിൽ കോൺക്രീറ്റ് ഉണ്ട്, ആർവിയുടെ നാട്ടിലെ പള്ളിയിൽ മൊസൈക്കാണ്, യൂനിസിന്റെ നാട്ടിൽ എന്താണ്? ഗ്രാനൈറ്റ് ആണ്. ഏത് പള്ളിയിൽ സ്കെച്ചാൽ കൂലി കൂടുതൽ റസൂൽ പറയോ? അങ്ങനെ ആ പള്ളിക്ക് ആ കൂലിയുടെ വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾ കൂലി കൂടുതലുണ്ട്. മദീനയിലെ പള്ളിയിൽ നമസ്കരിച്ചാൽ നിങ്ങൾ സാധാരണ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി കൂലി കൂടുതലാണ്. മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ മസ്ജിദുൽ നബവിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി. അതാണ് സാധാരണ പള്ളിയെ അപേക്ഷിച്ചപ്പോൾ 100 × 1000 1,00,000 ഇരട്ടി കൂലി കൂടുതലാണ്. അത് ദീനാണല്ലേ? അത് ദീനാണ്. മനസ്സിലായോ? അത് ദീനാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പള്ളി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാക്കിയാലോ അത് സംഗതി മനസ്സിലായോ? അപ്പൊ ഈ നിലക്ക് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ റസൂല് പറഞ്ഞ വരച്ച് കാണിച്ചു തന്ന ഈ നിർദ്ദേശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചരിക്കാനോ തന്നെ പറ്റില്ല. അപ്പോ ഈ മതത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അവസാനിപ്പിക്കാൻ എന്താണ്? ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് ആർമിക്കൊക്കെ കുറെ വരുന്നുണ്ട്, ചുമയും തന്നെ ഉറക്കോ ഒക്കെ വരുന്നത്. അപ്പൊ അത് എന്താ പറയുക? പിന്നെ ഈ വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മളെ എന്ത് ചെയ്യാം, പ്രയാസപ്പെടുത്തൽ. അത് പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ പ്രയാസപ്പെടുത്തുക, ആർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? അല്ല, ഒരു ബുദ്ധിമുട്ട് നടപ്പിലാക്കാൻ പ്രയാസം ഇതല്ലെങ്കിൽ, ഈ ദീനില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അടിച്ചു പൊളിക്കാമായിരുന്നു, ആയുസൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി മുസ്ലിം, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിക്കുമ്പോ ഞാനിപ്പോ നോക്കുന്ന വീശി വിമാനത്തിൽ മറ്റേ ഇങ്ങനെ വരില്ലേ, കണ്ടില്ലേ? അയാൾക്ക് വരുമ്പോ പല ആൾക്കാർ ഇങ്ങനെ അപ്പൊ സുബൈക്ക് നീക്കുന്ന സമയത്ത് അപ്പൊ അല്ലേ, അപ്പൊ എന്താ സത്യത്തിൽ നമുക്ക് എന്താ പറയുക, അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളെ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല. ഏത് നമുക്കൊരു ജീവിതത്തിൽ ഒരു ചിട്ടയും അടുക്കും ചിട്ടയും അതില്ലെങ്കിൽ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ സാധനം ഏതായി മാറുന്നല്ലോ? നമ്മൾ സാധാരണ മനുഷ്യന്മാരെ ദേശിച്ച പോത്തെ നോക്കിയില്ലേ? ആ പോത്ത് നമ്മളെ തിരിച്ചിങ്ങോട്ട് വിളിക്കൂ, മനുഷ്യ അന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം എന്ത് ചെയ്യും? എത്തിപ്പെടും. നമ്മൾ കേട് വന്നാൽ ഇതിനേക്കാൾ കേട് വരുന്ന വേറൊരു ഹൽക്ക് ലോകത്ത് ഇല്ല. ആലോചിച്ചില്ലേ? മനുഷ്യൻ നാറിയാൽ അതിനെ ഒരു പോത്ത് എത്ര അക്രമം കാണിച്ചാലും ഇപ്പോഴുള്ള അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ കൂടുതൽ അക്രമം പോത്ത് കാണിക്കോ? അത് വെറുതെ പോത്ത് ചെയ്യില്ല, അതിന് തിന്നാൻ വേണ്ടി പുല്ല് തിന്നുക. ചിലപ്പോ അതിനെ ആക്രമിക്കാനോ ദ്രോഹിക്കാനോ ചെന്നാൽ ഇങ്ങോട്ട് പ്രതിരോധത്തിന് വേണ്ടി ആക്രമിക്കാന്നല്ല എന്ത് ചെയ്യില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാരെ ഒരിക്കലും പോത്തേന്നല്ലേ?
ആ പോത്ത് എന്നുള്ളത് പോരുന്നില്ല. എന്തായാലും പോത്ത് കാണിക്കുന്ന അക്രമം എന്താ? നേരെ മറിച്ച് ഒരു മനുഷ്യൻ പോത്തായി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് തിന്നാനുള്ളത് മാത്രമേ വെട്ടിപ്പിടിക്കുള്ളൂ. ആ പോത്ത് ഒരു സാധാരണ പോത്ത് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലെ കൃഷിയൊക്കെ വേണമെങ്കിൽ തിന്നു വരും. നമ്മളാണെങ്കിലോ വിമാനം കയറി പോയിട്ട് അവിടെ പോയി കട്ടുകൊണ്ടിരില്ലേ? കട്ടുകൊണ്ടല്ലേ മാത്രമാണോ? പിന്നെ എന്തൊക്കെ ചെയ്യാം? അപ്പൊ അതുകൊണ്ട് എന്താണോ, അപ്പൊ എന്ത് വേണം? ജീവിതത്തിന് എന്ത് വേണം? മനുഷ്യന് ഒരു അടുക്കും ചിട്ടയും ഒരു മാനദണ്ഡവും അളവ് പോലും നിയമവും നിർദ്ദേശവും ഇല്ലെങ്കിൽ മനുഷ്യൻ എന്തായി പോകും? അതുകൊണ്ടാണ് മനുഷ്യന് പിന്നെ വഴി തെറ്റി മൃഗങ്ങളെക്കാൾ അപ്പുറമായി. എന്നാലോ നല്ല മനുഷ്യനായ തങ്കമായിട്ടുള്ള മനുഷ്യനായി കഴിഞ്ഞാലോ ഉയർന്ന് മലക്കുകളെക്കാൾ വരെ ഉയരാനുള്ള രണ്ട് അവസരവും മാറ്റിയിട്ടുണ്ട് മനുഷ്യന്മാർക്ക്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഒരു മൃഗം എത്ര അധപ്പറ്റാലും എത്ര അധപ്പറ്റുകളിൽ നമുക്ക് എന്തുണ്ട്? ഏറ്റവും ക്രൂരമായ ഒരു ജന്തുവിനെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും മോശമായ ഒരു ജീവിനെ പറയും. നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്? പന്നിയ. ആ പന്നിയാണ് നമുക്ക് തോന്നാൻ കാരണം എന്നുണ്ടോ? അത് ഈ ദീന് മനസ്സിൽ പിടിച്ചിട്ടുണ്ടാകും. ആ പന്നി ചില ആളുകൾക്ക് ഇഷ്ട ബോധ്യമാണ്. അറിയില്ലേ? നല്ല നാട്ടിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കൃഷി ഏതാ അറിയോ? പന്നി കൃഷിയാണ്. നമുക്കത് മറ്റൊന്ന് നമ്മൾ മനസ്സിൽ മറ്റൊന്ന് വെച്ചിട്ടാണ് പ്രത്യേകിച്ച് പാചകമൊക്കെ വന്നാലും അപ്പൊ പന്നികളെ പ്രത്യേകിച്ച് കൂടുകയും ചെയ്യും. അവ എന്താ പന്നിയെ ആയിക്കോട്ടെ. അങ്ങനെ ആ പന്നി എന്ത് ഉന്മാവന്യെ പന്നി ആർക്കും അക്രമം നടത്തില്ല, ഒന്നുമില്ലല്ലോ. ഇനി നാട്ടിൽ കാട്ടുപന്നിയാണെങ്കിൽ എന്ത് ചെയ്യും? കൃഷികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നശിപ്പിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യും. അതിലപ്പുറം തന്നെ വേറെ ഒന്നുമില്ലല്ലോ. മനുഷ്യനാണെങ്കിലോ നമ്മൾ അതിനേക്കാൾ അപ്പുറമാവും ആര്? അപ്പൊ മനുഷ്യൻ എന്ത് വേണം? കുറെ നിയമങ്ങളും ഇതില്ലെങ്കിൽ സമയം എന്താണ്? ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറച്ച് നിയമാവലികൾ മാത്രമാണ് ഇത് ഈ മതത്തിലുള്ളൂ. അതിലപ്പുറം എന്തില്ല. ഒരു ട്രാഫിക് നിയമം തൽക്കാലം അതൊക്കെ മാറ്റിവെക്കുക. ഈ ദീനും ദുനിയാവൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ട്രാഫിക് നിയമം എടുത്തോളൂ. ആ ട്രാഫിക് നിയമം നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ ഒരു ടൗണിൽ നിന്ന് മനുഷ്യര് പണ്ട് ചൈനയിൽ ഒരാഴ്ച ബ്ലോക്ക് ഉണ്ടായിരുന്നു. ട്രാഫിക് ബ്ലോക്ക്. ഒരാഴ്ച വാഹനങ്ങൾ റോഡിൽ ഇരുന്നത് പുറത്തിറക്കാൻ പറ്റില്ല. ഒരു കൊല്ലത്തിനുള്ളിൽ സംഭവം ഉണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് നീങ്ങാൻ പറ്റില്ല. അങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല, ഇങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല. കിലോമീറ്ററുകൾ നീളത്തിൽ ഒരാഴ്ചയോളം റോഡ് ബ്ലോക്കായി കടന്നു. ഈ വണ്ടി വെട്ടിച്ച് പോകാൻ പറ്റുമോ? കാരണം റോഡ് ശരിയാ കൊണ്ട് ഒഴിവാക്കി കൊടുക്കണ്ടേ? തിന്നാനും വയ്യ, കുടിക്കാനും വയ്യ. പിന്നെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് തീറ്റി വെള്ളം വേണ്ടേ? ബ്ലോക്കായി റോഡിൽ കിടക്കാൻ, ആഴ്ചകൾ റോഡിൽ കിടക്കാൻ രാവും പകലും ഇല്ലാതെ ഈ ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതാണ്. അപ്പൊ എന്തെങ്കിലും വാഹനം ഓടിക്കണോ? അതിനെന്ത് വേണം? ഒരു നിയമം വേണം. മനുഷ്യനാണോ? അവനും എന്ത് വേണം? ഒരു നിയമം വേണം. ആ ഒരു നിയമാവലി അതാണ് എന്ത്? ഈ ദീൻ എന്ന് പറയുന്നത്. ഒരാളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതോ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതോ ദീന് വളരെ എളുപ്പമാണ്. പിന്നെ ഇതൊരു പ്രയാസമാണ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നൽ പിന്നെ എന്ത് ചെയ്യും? അയാളെന്ത് ചെയ്യും? അതിജയിക്കും. പിന്നെ അയാളുടെ മനസ്സിൽ എന്താവും? സുബഹിച്ചാൽ നീക്കാനായിട്ട് തോന്നൂല്ല. തലക്ക് എന്ത് ചെയ്യും? ഭാരം വരും. അത് ഓരോ വിഷയത്തിലാണ്, ഒന്നിനല്ല. അപ്പൊ നമുക്കത് എന്തായി തോന്നിയാൽ സിമ്പിളായി ഇപ്പൊ റസൂല് പറഞ്ഞില്ലേ, ചില ഇനിയിപ്പോ ഞാൻ നന്നാകട്ടെ എന്ന് എഴുതിയിട്ട് ഞാനിപ്പോ അങ്ങനെ അങ്ങനത്തെ 10 ദീനന് എനിക്ക് ദീന് മാത്രമേ എന്റെ മനസ്സിൽ ചിന്തയുള്ളൂ. സ്വർഗം കിട്ടണം എന്നുള്ള മാത്രം. എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കണില്ല, എന്റെ മക്കളെ കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല. അങ്ങനെ ദീന് മാത്രം. അങ്ങനെ നടക്കാൻ പറ്റുമോ? അങ്ങനെ എന്താവുന്നത്? ദീനിന് എതിരായിത്തീരും. അത് സൽമാൻ ഫാരിസിയും അതേപോലെ അബൂദർദാവും ഒരു സംഭവമുണ്ട് ഹദീസിലൊക്കെ. ഈ അബൂദർദാവ് വീട്ടിലെന്താ അറിയോ? നല്ല ഡ്രസ്സ് ധരിക്കില്ല, നല്ല വൃത്തിയിൽ നടക്കൂല. അങ്ങനെ നല്ല ഡ്രസ്സും വൃത്തിയൊക്കെ നടത്തിയിട്ട് ഭാര്യയ്ക്ക് മൂട്ടെടുത്തെങ്കിലും താല്പര്യം തോന്നി അങ്ങനെ കൈപ്പോയാലോ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ആണെങ്കിലോ രാത്രി മുഴുവൻ നമസ്കാരം, എല്ലാ പകലും എന്ത് നോമ്പ്. അവസാനം അബൂദർദാന്റെ ഭാര്യ സ്വകാര്യമായിട്ട് ഈ വിഷയം ആരെ അറിയിച്ചോ? സൽമാൻ ഫാരിസി അറിയിച്ചു. അവരോട് സുഹൃത്തുക്കളാണ്. അങ്ങനെ സൽമാൻ ഫാരിസി ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തോ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആര്? അബൂദർദാന്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി. അബൂദർദാ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, സൽമാനോട് പറഞ്ഞു, സൽമാൻ ഭക്ഷണം കഴിക്കാൻ. രണ്ടാളും കയ്യൊക്കെ കഴിക്കും. സൽമാൻ കയ്യൊക്കെ കഴിക്കുന്നപ്പോ ആരും ഇരിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ. അബൂദർദാ ഇരിക്കുന്നില്ല. അപ്പൊ എന്തേ? ഞാൻ നോമ്പാണ്. നോമ്പ് സുന്നത്തോമ്പല്ലേ, എന്തിനും നോമ്പ് പറ്റില്ല. പിന്നെ ഞാൻ നോമ്പ് പറ്റൂ, നമുക്ക് കയ്യിലേക്ക് പോവാം. നീ എന്നാലേ ഞാൻ നിർബന്ധിച്ച് എന്ത് ചെയ്തു? ഭക്ഷണം നോമ്പ് എന്ത് ചെയ്തു? ഓക്കെ അവസാനം അപ്പൊ എന്ത് ചെയ്തു? അവസാനം ഇത് പിന്നെ നോമ്പ് മുറിപ്പിച്ചു. രാത്രി എന്ത് ചെയ്തു? നമസ്കരിക്കാൻ പോയിരുന്നു. എന്ത് ചെയ്തു? എന്ത് ചെയ്തു? കൂടെ ഭാര്യന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്ത് ചെയ്തു? രണ്ടുപേരെയും ഒരുമിച്ച് നിർബന്ധപൂർവ്വം ഒരുമിച്ച് അങ്ങനെ കടക്കാൻ നിർബന്ധിച്ചാല്
ഞാൻ കുറെ കഴിഞ്ഞിട്ട് പുലരാൻ നേരത്തെ വിളിപ്പിച്ചിട്ട് ചെയ്തു. ഇനി നമുക്ക് നമസ്കരിക്കാൻ നമുക്ക് എന്ത് ചെയ്തു, കാറ്റിലൊക്കെ നമസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞെന്താണോ, അപ്പൊ ഇവിടെ സൽമാൻ പറയുന്നത് ഇന്നലെ വലിയ അഹലിക്കാളിക്ക വലിയ ഒപ്പിക്കാളിക്ക, സ്വന്തം നഫ്സിനോടൊരു ഹക്കുണ്ട്, സ്വന്തം ഭാര്യയോടൊരു ഹക്കുണ്ട്, സ്വന്തം കുടുംബത്തോട് ഹക്കുണ്ട്, റബ്ബിനോടും ഹക്കുണ്ട്, എല്ലാവരോടും ഹക്ക് എന്ത് ചെയ്യണം, നിർവഹിക്കണം. എന്നിട്ട് പിറ്റേന്ന് റസൂലിന്റെ പോയി പറഞ്ഞു, റസൂൽ വന്നെന്താലോ സദക്ക സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരി, ഞാൻ അങ്ങനെ ജീവിച്ചോളം പറഞ്ഞേക്കെ. വേറെയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ദീനാണ് എപ്പോഴും നമസ്കാരം, എപ്പോഴും ദിക്ർ, എപ്പോഴും ദുആ, അങ്ങനെ നിർത്തില്ല, ദീനില്ല. ഇവിടെ നിർത്താം, ബാക്കി നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഹജ്ജിന്റെ കാര്യം നമ്മൾ പിന്നെ തലമറിക്കുന്ന എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രവിധാനം എങ്ങനെയാണ്? ആ വസ്ത്രത്തിൽ ഒരു പൊതു വിഷയം പ്രവാചകൻ പറഞ്ഞു, എരിയാണിക്ക് താഴെയാകരുത്. അതേപോലെ തന്നെ വെള്ള വസ്ത്രം ധരിക്കുന്നതാണ് സുന്നത്താണ്. അതിന്റെ ഒരു പ്രാധാന്യം എടുത്തു പറയും. തലപ്പാവ് പ്രവാചകൻ ധരിക്കുകയും ധരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ തലപ്പാവ് ധരിച്ച സമയത്ത് തലപ്പാവിന്മേൽ തടവുകയും ചെയ്തിട്ടുണ്ട്, തലപ്പാവ് അഴിച്ചു വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, തടവുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ പറഞ്ഞത് ഒറ്റ മുണ്ട് എടുത്ത് നമസ്കരിക്കരുത്. പെരടിയിൽ ഒന്നുമില്ലാതെ. അപ്പോ പ്രവാചകൻ എവിടെയെങ്കിലും ഒന്ന് മറക്കാൻ കഴിയും, ഒറ്റത്തുണി മാത്രം കൊടുത്ത് നമസ്കരിക്കരുത്. എവിടെ ഇല്ലാതെ, പെരടിയിൽ എന്തെങ്കിലും ഒന്നുമില്ലാതെ. അപ്പൊ റസൂല് മറക്കാൻ നിർദ്ദേശിച്ചതാണ് എവിടെയാണ്, പെരടിയാണ് മറക്കാൻ നിർദ്ദേശിച്ചത്. തലപ്പാവ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ നബി ഇതിന് പലപ്പോഴും തല ധരിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുടി ചെയ്തിട്ടുണ്ട്, നീട്ടിയിട്ടുണ്ട്. പ്രവാചകൻ മുടി ചെയ്തിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ തലപ്പാവ് ധരിച്ചത് കുറവായിരുന്നു, പ്രവാചകൻ മുടി നീട്ടിയത് പലപ്പോഴുമായിരുന്നു. നമ്മുടെ നാട്ടിൽ തലപ്പാവ് ധരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുടെ തലപ്പാവ് പൊക്കി നോക്കിയാൽ അടിയിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ല. ഞാൻ ചേർത്ത് അങ്ങനെ തലപ്പാവ് ധരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുടെ തലപ്പാവ് കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. എന്നാൽ പ്രവാചകന്റെ മുടി പലപ്പോഴും എങ്ങനെയായിരുന്നു, വന്നിട്ട് ഏതുവരെ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ, 75 സെന്റിമീറ്റർ ഉണ്ടായിട്ടില്ല. എത്ര ഉണ്ടായിട്ടുള്ളൂ, ചെവിയുടെ കുഞ്ഞി വരെ മാത്രമേ പ്രവാചകന്റെ മുടി ഉണ്ടാകാറ്. പലപ്പോഴും പ്രവാചകന്റെ മുടി എന്താണ്, നീളം കൂടിയ മുടിയായിരുന്നു, അത് തന്നെയും ചെവിയുടെ കുഞ്ഞി വരെ. അപ്പൊ പ്രവാചകൻ മുടി നീട്ടലായിരുന്നു പലപ്പോഴും പ്രവാചകൻ ധാരാളമായിട്ട്. തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, ധരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. തലപ്പാവ് ധരിക്കാത്ത അവസ്ഥയായിരുന്നത് കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയെങ്കിലും വസ്ത്രത്തിൽ എന്താ ചെയ്യേണ്ടത്, വസ്ത്രവിധാനം ചെയ്യേണ്ടത് എന്താണ്, പ്രവാചകൻ പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയെ കുറിച്ച് പറഞ്ഞതുപോലെ, എന്താണ് പള്ളിയെ കുറിച്ച് പറഞ്ഞത്, പള്ളി ഉണ്ടാക്കൽ ദീനാണ്. ആ പള്ളി എന്ന പോലെ നമ്മൾ പ്രവാചകൻ ധരിച്ച വസ്ത്രം നമ്മുടെ കേരളത്തിൽ നടക്കുമോ? പ്രവാചകൻ അന്ന് ധരിച്ച വസ്ത്രം ഇന്ന് ആര്, ഒരു ശകരം പ്രവാചകൻ അന്ന് ധരിച്ച വസ്ത്രം ഇന്ന് ആര് പോലും ധരിക്കുന്നില്ല, ആർക്കുകൾ പോലും. അപ്പൊ ഓരോ നാട്ടിലേക്കും എന്താണ്, ആ നാട്ടിലെ സാഹചര്യം, ആ നാട്ടിലെ കാലാവസ്ഥയും. നമ്മൾ ഇവിടുത്തെ വസ്ത്രം ധരിച്ചാല്, എന്റെ നാട്ടിലൊക്കെ മഴക്കാലം പെയ്താൽ ഇത്ര കുറവുണ്ടാവും. നമുക്ക് ഈ വസ്ത്രം ധരിച്ച് പോകാൻ പറ്റുമോ? അവിടെ ശരിക്കും അവിടെ കണ്ണി കൊണ്ടു, അതാണ് കയറ്റി വിട്ടിട്ട് നമുക്ക് ദേവനുള്ളൂ, നമുക്ക് മടക്കി വിട്ടിട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഓരോ നാട്ടിലേക്ക് എന്താണ്, ആ നാട്ടിലെ സാഹചര്യം അനുസരിച്ചുള്ള വസ്ത്രവും വേഷവിധാനവുമാണ്. പക്ഷേ ഒരു പൊതു നിയമം അവിടെ എന്തുണ്ട്, നേരത്തെ ആ പൊതു നിയമം എന്ത് ചെയ്യണം, പാലിക്കണം. എന്നാൽ ചില പ്രത്യേക സന്ദർഭത്തിൽ പ്രവാചകൻ ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ആ സമയത്ത് ആ പ്രത്യേക വസ്ത്രം ധരിക്കാൻ എന്താണ് സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ വെള്ള വസ്ത്രങ്ങളായിരുന്നു ധരിക്കാറുണ്ടായിരുന്നത്. അതിനാൽ വെള്ളിയാഴ്ച വെള്ള വസ്ത്രം ധരിക്കൽ. നമ്മളിവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പ്രത്യേക വിഷമിച്ചിട്ടില്ല. ഇപ്പോഴുള്ള സൂക്ഷ്മ പോലെ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ, ഉംറ ചെയ്യുമ്പോൾ തല മറക്കരുന്നില്ലല്ലോ. അല്ല, ഉംറയുടെ തവാഫ് ചെയ്യുമ്പോൾ ഇഹ്റാമിലായിരിക്കും തവാഫ് ചെയ്യുമ്പോൾ, ഇഹ്റാമിൽ തവാഫ് ചെയ്യുമ്പോൾ തല മറക്കാൻ പാടില്ല. ഇഹ്റാമിൽ ധരിച്ച ആൾ, ഇഹ്റാമുള്ള ആൾ തല മറക്കരുതല്ലോ. അത് റസൂലിന്റെ നിർദ്ദേശമാണ്, തല മറക്കരുത്. അത് നമുക്ക് പറ്റില്ല. മതത്തിൽ ഇപ്പൊ നമസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കണം അർത്ഥം അതെന്താണോ പ്രവാചകൻ പറഞ്ഞത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. അത് ഹജ്ജിന്റെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എന്താണോ ഓടാൻ പറഞ്ഞാൽ ഓടുക, എറിയാൻ പറഞ്ഞാൽ എറിയാം, പിന്നെ വസ്ത്രം കഴിച്ചു വെച്ചിട്ട് ചൊത്ത് കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പുറം എന്ത് ചെയ്യാം, നമുക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്.
അറിയില്ല, പറയാൻ പറ്റില്ല. അതില് പറച്ചോൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അറിയാം അതൊക്കെ ദീനാണ്. ആ പറഞ്ഞതൊക്കെ എന്താണ്? ഏത് ഈറാൻ വസ്ത്രം ധരിക്കണം, അതേപോലെ തന്നെ തല നേരുത്, മറക്കരുത്. മുസ്ദലിഫയിൽ കടക്കുമ്പോ തണുപ്പുണ്ടെങ്കിൽ ഇഹ്റാമിന്റെ 2 ഡ്രസ് ഉണ്ടാകും, വേറെ ഡ്രസ് ഉണ്ടാവില്ല, ട്രെയിനിലായാലും വേറെ ഡ്രസ്സും ഉണ്ടാവില്ല. ആ ഉണ്ട ഡ്രസ്സിൽ എന്ത് ചെയ്യാം, നല്ലത് പുറക്കുന്ന ഡ്രസ് വേണമെങ്കിൽ നിവർത്തിട്ട് എന്ത് ചെയ്യാം, അതിൽ കിടക്കാം. തല മറക്കാതിരിക്കാൻ. തല മറക്കാതായി ഇഹ്റാമിൽ അവിടെ ഇഹ്റാമിലുണ്ടാവാം മുസ്ദലിഫയില്. അപ്പൊ ആണുങ്ങളോടാ പറഞ്ഞത് എന്ത് ചെയ്ത്, രാത്രി ഉറങ്ങുമ്പോ എന്ത് ചെയ്ത് തല മറിച്ച് മഴ പെയ്താലും മഴ കൊള്ളുക. കൊട ചൂടാൻ വകുപ്പുണ്ട്, പക്ഷെ കൊട കൊണ്ടാൻ സമ്മതിക്കൂലല്ലോ. കൊട ചൂടാം, കാരണം എന്തുകൊണ്ട് തലയിൽ തൊപ്പി പറ്റില്ല, തലപ്പാവ് പറ്റില്ല. കൊട ചൂടാം, കെട്ടിടത്തിനുള്ളിലാവാം, ബസ്സിനുള്ളിലാവാം, കാറിനുള്ളിലാവാം, അതിനൊന്നും വിരോധമില്ല. അതൊക്കെ ഇതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹജ്ജ് അല്ലാഹു മഖ്ബൂലുമായ ഹജ്ജായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാ ഹിജാബിക്കും വൽ ഇന്നക മുജീബുദ് ദഅവാത്ത് വ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ഇന്നക സബഖനാ ബിൽ ഈമാൻ.